മാതാവ് ആ പരിഭ്രമിച്ചല്ലേ കേൾക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ഗബ്രിയേൽ പറഞ്ഞു, ദൈവം പറഞ്ഞു, ഭയപ്പെടണ്ട, ദൈവം നിന്നിൽ സാധിച്ചിരിക്കുന്നു. പറഞ്ഞു, നീ ഗബ്രിയേൽ വന്ന എന്തിനാണ്? പിതാവായ ദൈവം അയച്ചതാണ് മറിയത്തിൻ്റെ അനുമതി വാങ്ങാനായിട്ട്, ദൈവത്തിൻ്റെ അമ്മയായി തീരാനായിട്ട് അവൾക്ക് സമ്മതമാണോ എന്നറിയാൻ. മാതാവ് പറഞ്ഞു എന്തെന്നറിയാമോ? ഇതാണ് ദൈവത്തിൻ്റെ ദാസി. ദൈവത്തിൻ്റെ അമ്മയാണോ ആകാൻ സമ്മതമാണെന്ന് അറിയാൻ വന്നപ്പോൾ മറിയം നൽകുന്ന ഉത്തരമാണ്, ഇതാ ഞാൻ ദൈവത്തിൻ്റെ ദാസി, അവർക്ക് ഇഷ്ടം പോലെ എന്നിൽ നിറവേറട്ടെ. അതനുസരമാണ് ഇന്ന് നമ്മൾ സുവിശേഷം വായിച്ചത്. എളിയവരെ ഉയർത്തുന്ന ദൈവം, ഒന്നുമില്ലാത്തവരെ അനുഗ്രഹിക്കുന്ന ദൈവം, ശക്തന്മാരെന്ന ഭാഗ്യമാർത്ത ദൈവം. അതാണ് ആ മാതാവിൻ്റെ ശില്പ ഇപ്പോൾ നമ്മൾ വായിച്ചത്. നമ്മളെല്ലാം നമ്മുടെ അമ്മയായിട്ട് പരിസ്ഥിതിയോടെയൊക്കെ സൂചിച്ചിരിക്കുകയാണ്. വിശുദ്ധ ബെർണാർഡിന്റെ ചരിത്രത്തിൽ ഇച്ചിരി സംഭവമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ അവർ കണ്ടുപോയിരുന്ന വഴിയുടെ ഒരു ഗോണിയുടെ അറ്റത്ത് മാതാവിൻ്റെ പടം വെച്ചു. ആ മാതാവിൻ്റെ പടം കാണുമ്പോഴൊക്കെ, ഗോണി കയറി പോകുമ്പോഴൊക്കെ ബെർണാർഡ് പറയുമായിരുന്നു, അറിയുമേ നിനക്ക് സൃഷ്ടി, എൻ്റെ അമ്മേ നിനക്ക് സൃഷ്ടി. അങ്ങനെ ഒരു ദിവസം അതിൽ പോയപ്പോൾ പറഞ്ഞാൽ ഭക്തിപൂർവ്വം ഉള്ളിൽ കൊണ്ടുവാണ് പറയുന്നത്, എൻ്റെ അമ്മേ മറിയമേ നിനക്ക് സൃഷ്ടി. അപ്പോൾ നമുക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടും. മാതാവ് പറഞ്ഞു, ബെർണാർഡ് എൻ്റെ മകനെ നിനക്ക് സൃഷ്ടി. നാം ദൈവത്തിൻ്റെ മാതാവിൻ്റെ മക്കളാണ്, നമ്മുടെ അമ്മയാണ് ക്രിസ്ത്യാനി. എവിടെ വെച്ചാണ് എങ്ങനെയാണ് അതായിത്തീർന്നതെന്ന് സാധിച്ചാൽ തത്വമായിട്ട് പറയുമ്പോൾ കർത്താവ് കുരിശിൽ മരിച്ച അവസരത്തിൽ യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, യോഹന്നാനെ ഇതാ നിൻ്റെ അമ്മ. മറിയത്തോട്, അമ്മയോട് പറഞ്ഞു, ഇതാ നിൻ്റെ മകൻ. യോഹന്നാൻ പ്രതിനിധീകരിച്ചത് അമ്മയൊക്കെയാണ്. നമ്മയൊക്കെ പ്രതിനിധിച്ചുകൊണ്ടാണ് മകനെ എന്ന് ഇതാ നിൻ്റെ അമ്മ എന്ന് പറയാൻ കാരണം. അന്ന് മുതൽ നാം എല്ലാവരും മാതാവിൻ്റെ മക്കളാണ്. ആ മാതൃസ്നേഹമാണ് ശരിയാവലിൽ നമ്മളുള്ളത്. നമുക്കും ആ അമ്മയുടെ അതുപോലെയുള്ള സ്നേഹം ഉണ്ടാകും. അമ്മയെ ആശ്രയിക്കണം, അമ്മയെ സ്തുതിക്കണം, അമ്മയിൽ പരിപൂർണ വിശ്വാസം. ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ വിശ്വസിക്കാൻ, സാധാരണക്കാർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഉൾക്കഞ്ചേശ്വരിൻ്റെ ചരിത്രത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്. അദ്ദേഹം മാതാവിൻ്റെ വലിയ ഭക്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുറിക്ക് സമീപം മാതാവിൻ്റെ വലിയ ഒരു സ്റ്റാച്ചു രൂപം വെച്ചിരുന്നു. എപ്പോഴും അദ്ദേഹം മാതാവിനോട് സംസാരിക്കാൻ പോയിട്ട് കാര്യങ്ങൾ പറയും. അത്ര വലിയ സ്നേഹവും അടുപ്പവും ആദരവുമാണ് അദ്ദേഹം മാതാവിനോട് കാണിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ കാലത്ത് വളരെ കുപ്രസിദ്ധനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ പല സംവാദങ്ങളൊക്കെ നടത്തി അയാളുടെ മാനസാന്തരത്തിന് വേണ്ടി ഉൾക്കഞ്ചേശ്വരൻ ഗാഠമായിട്ട് പ്രാർത്ഥിച്ചു, മാതാവിനോട് പ്രാർത്ഥിച്ചു. ഒരു നവേന നടത്തി ഉപവാസം അനുഷ്ഠിച്ചു. എല്ലാം വളരെ അഗാധമായ വിശ്വാസത്തോടുകൂടി അവനിൽ മാറ്റം വരണം, അവനിൽ മാനസിക പരിവർത്തനം ഉണ്ടാകുന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ചെയ്തത്. അങ്ങനെയെല്ലാം കഴിഞ്ഞിട്ട് പത്രത്തിൽ പോയി അന്വേഷിച്ചു. ഇദ്ദേഹം നോക്കിയപ്പോൾ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അവരുടെ കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെ. ഉടനെ അദ്ദേഹം മാതാവിൻ്റെ അടുത്ത് ലോകത്തിൻ്റെ മുമ്പിൽ പോയി പറഞ്ഞു, അമ്മേ, ഞാൻ എൻ്റെ മധ്യസ്ഥം പ്രാർത്ഥിച്ചു. അവൻ്റെ മാനസാന്തരത്തിന് യാതൊരു പരിവർത്തനവും ഉണ്ടായിട്ട് ഞാൻ മുന്നില്ല. എനിക്ക് പക്ഷെ ഒരു കാര്യം അറിയണം. നമ്മൾ തമ്മിലുള്ള ബന്ധം
നല്ലതാണ്, ഉത്തമമാണ്, പഴയതുപോലെ സ്നേഹപൂർണ്ണമാണ് എന്നെനിക്കറിയണം. അതെനിക്ക് തിരിച്ചു തരണം. അതിന് ഞാൻ ഒരു വഴി പറയാം. ഞാൻ ഉടനെ തന്നെ ലൂർദിലേക്ക് പോവുകയാണ്. ഫ്രാൻസിലെ മാതാവിൻ്റെ ലൂർദ് അത്ഭുത രംഗത്തേക്ക് പോവുകയാണ്. അവിടെ ഞാൻ ഒരാഴ്ച താമസിക്കും, ധ്യാനിക്കും, പ്രാർത്ഥിക്കും, വാണിജ്യം എല്ലാം കഴിഞ്ഞ് മടങ്ങുമ്പോൾ എനിക്ക് നീ തന്നെ ക്രമീകരിച്ചിട്ട് ഒരു ചെറിയ റോസാപുഷ്പം ആരെങ്കിലും കൊണ്ടുവന്ന് തരാനായിട്ട് നീ ഇടപാട് ചെയ്യണം. ഞാൻ ആരോടും പറയില്ല, ഇതൊരു വെല്ലുവിളിയാണ്. അത് പറയുന്ന ഉടൻ തന്നെ അദ്ദേഹം ട്രെയിനെടുത്ത് ലൂർദിൽ ചെന്നു, പ്രാർത്ഥിച്ചു, വളരെ ശിഷ്യനോട് പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ പ്രാർത്ഥന അവൻ കേട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഞാൻ അമ്മയും തമ്മിലുള്ള ബന്ധം ഇപ്പോഴും ദൃഢമാണ് എന്ന് എനിക്കറിയണം. അതാണ് ഈ വ്യവസ്ഥ വെച്ചത്. ഒരാഴ്ചത്തെ താമസവും പ്രാർത്ഥനയും കഴിഞ്ഞ് മടങ്ങേണ്ട സമയമായി. അദ്ദേഹം ലൂർദ് പ്രവർത്തകരും ഉൾക്കൊണ്ടിനെ പ്രാർത്ഥിച്ചിട്ട് അവനോട് പറഞ്ഞു, ഞാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞ വ്യവസ്ഥ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം മടങ്ങി പ്രവേശന കവാടത്തിലേക്ക് ഏതാണ്ട് ഒരു 1.5 ഫുള്ളോങ് അകലമുണ്ട്. അവിടെ ആരുമില്ല. ഏകാഗ്രയായിട്ട് അദ്ദേഹം പതുക്കെ നടക്കുക. അദ്ദേഹത്തിന് ചിന്ത മാതാവിനോടുള്ള സ്നേഹത്തിൻ്റെ സാക്ഷ്യമാണ് അത് ആവശ്യപ്പെട്ടത്. എന്തായിത്തീരുന്ന ഞാൻ അദ്ദേഹത്തിന് സംശയം. അദ്ദേഹം നടന്നു നീങ്ങിയിരുന്നത് വളരെ സാവധാനമായി. അവിടെ ഒന്നും ആരും കാണാനില്ല. അതിൻ്റെ ഉള്ളിൽ സങ്കടം കൊണ്ട് നിറയാൻ തുടങ്ങി. അദ്ദേഹം പതുക്കെ നിന്നില്ല, എന്നാലത് പോരായല്ലേ, നിന്നില്ല, പതുക്കെ നടന്നു. അങ്ങനെ നടന്ന് എത്തിയപ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി ഒരു റോസപുഷ്പമായിട്ട് അവിടുന്ന് പാഞ്ഞു വരിക. എനിക്ക് മതി. അവൾ ഓടിക്കതച്ച് വന്ന് ദിസ് ഫോർ യു മൺസിഞ്ഞർ എന്ന് പറഞ്ഞത് വേറെ ഒന്നും പറഞ്ഞില്ല. ആ കുട്ടിയെ പൂവ് ഹൃദയത്തോട് വെച്ചിട്ട് അദ്ദേഹം തിരിച്ചുപോയി മാതാവിൻ്റെ ആ ലോട്ടയുടെ മുമ്പിൽ സമർപ്പിച്ചിട്ട് മതി. നമ്മൾ തമ്മിലുള്ള സ്നേഹം ദൃഢമാണെന്ന് ബോധ്യപ്പെട്ടിട്ടില്ല. ഇതിലേറെ ഒന്നും വേണ്ട, ഒരു കാര്യവും ആവശ്യമില്ല. നമ്മളൊരു അങ്ങനെ ചെയ്യോ? അദ്ദേഹത്തിന് പരിപൂർണ്ണ ബോധ്യമായിരുന്നു. അങ്ങനെയുള്ള വിശ്വാസം നമ്മളൊരു തമാശകളിലേക്ക് ചിലപ്പോൾ ഈ പറയും അങ്ങനെ ഇങ്ങനെയുണ്ട്. പക്ഷെ കാര്യത്തിലെടുക്കുമ്പോൾ നമ്മളങ്ങനെ എടുക്കില്ല. വാസ്തവത്തിൽ നമ്മുടെ അമ്മയാണ്, നമ്മേക്കാൾ നന്നായിട്ട് നമ്മെ അറിയുന്ന അമ്മയാണ്, നമ്മുടെ സ്നേഹവും ബഹുമാനവും ആദരവുമുള്ള അമ്മയാണ്, നമ്മൾ അപേക്ഷിക്കുന്നത് ഒന്ന് കൂട്ടി അറിയുന്ന അമ്മയാണ്. ഇവർ നിരവധി സംഭവങ്ങൾ അമ്മയെക്കുറിച്ച് പറയാം. ഓരോരുത്തരും കാണും. ഈ കരിസ്മാറ്റിക് ധ്യാനത്തിലുണ്ട് പോകുമ്പോൾ കെട്ടി കാണുന്നവരുടെ പല അനുഗ്രഹങ്ങളും മാതാവ് നൽകിയതായി. മാതാവിനെ നാം അനുഗ്രഹിക്കണം. മാതാവിനെ പോലെ ആയിത്തീരാൻ നോക്കണം. നമുക്കാർക്കും അമലോത്ഭവമാകാൻ പറ്റില്ല. ആദിപിതാവായ ആദത്തിന്റെ പാപം നമ്മുടെ ഉത്ഭവത്തിൽ തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അമ്മയ്ക്കതില്ലായിരുന്നു. എന്നാൽ കർമ്മഭാവം നാം ചെയ്തു കൂട്ടുന്ന തെറ്റുകൾ അതുണ്ടാകും. പാടുപോലെ മാതാവ് ജീവിച്ചു നിർമ്മലമായിട്ടുള്ള ജീവിതം നയിക്കാനായിട്ട് നോക്കുക. അമ്മയെ സ്നേഹിക്കാനും അമ്മയെ ആദരിക്കാനും നോക്കുമ്പോൾ ഏറ്റവും കാതലായിട്ടുള്ള അതാണ്. മാതാവിൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തിന് മാതൃകയാകണം. മാതൃക മാത്രമല്ല, വാസ്തവത്തിൽ അത് ശക്തി കൂടിയാണ്. മാതാവിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തി. മാതാവിനെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ എല്ലാ ദിവസവും
മാതാവിനെ വേണ്ടി സ്തുതിക്കായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ നന്മ പ്രവൃത്തി, ചെറിയ ഡിവോഷണൽ ആക്ട്. ഞങ്ങൾക്ക് മാനാനത്ത് ഒരു വയസ്സനായിട്ടുള്ള പ്രസിഡൻ്റായിരുന്നു CMI സഭയിൽ. ആ ബ്രദർ ജീവിതകാലം ഞാൻ കണ്ടിട്ടുള്ള കാലത്ത് മുഴുവൻ മരിക്കുന്നവരെ ജീവിതമെന്നാണ് പറയുന്നത്. അവിടെ പറമ്പിൽ ധാരാളം ചെമ്പരത്തി അത് പറിച്ച് മാതാവിൻ്റെ രൂപം എല്ലാ ദിവസവും രൂപത്തിലുള്ള തോട്ടത്തിലാണ്. മാതാവിൻ്റെ രൂപം തോട്ടത്തിൽ വെച്ചിട്ടുണ്ട്. അവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ചെടിയൊക്കെയായിട്ട്. അതിൽ ഈ പൂക്കളെല്ലാം പറിച്ചു കൊണ്ടുവന്ന് വയ്ക്കും. പിറ്റേ ദിവസം അത് എടുത്തു കളയും, പുതിയത് കൊണ്ടുവന്ന് വീണ്ടും വയ്ക്കും. ആ സഹോദരൻ്റെ മാതാവിനുള്ള ഭക്തിയുടെ പ്രകാശനം അതാണ്. സെന്റ് ബെർണാർഡിൻ്റെ എന്തായിരുന്നു അറിയുന്നത് സൃഷ്ടി, അത് അമ്മയാണ് എന്നുള്ള വിശ്വാസത്തോടുകൂടി സ്നേഹത്തോടുകൂടി അത് ഉച്ചരിക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു നിർവൃതി നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നമ്മുടെ അമ്മയോടുള്ള ഭക്തി വളരാനായിട്ട് നോക്കുക. അതുപോലെ തന്നെയാണ് അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഒരു പറഞ്ഞ ഈശോയെ നാം അനുകരിക്കുന്നതിലാണ്. മാതാവ് ഏറ്റവും കൂടുതലായിട്ട് ഈശോയെ അനുകരിച്ചു. അതുപോലെ തന്നെ ഈശോയെ എല്ലാ കാര്യങ്ങളും നാം അനുകരിക്കുമ്പോൾ മാതാവ് സന്തുഷ്ടയാകും. അതിനായിട്ട് നാം നിരന്തരം പരിശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിലെ അമ്മ നമ്മുടെ തുണയും ശക്തിയും സഹായവും ആയിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.